ഗൈസ് പടം ഒരേ പൊളി. ഈ ഓണത്തിന് നമ്മളെല്ലാം ലോക്കാണ്. ഈ ലോക്ക ചാപ്റ്റർ 1 അത് 100% ഉറപ്പായി. പടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ലോക്കായി പോകും. അമ്മാതിരി മേക്കിംഗ് ക്വാളിറ്റി. ഒരു ഇംഗ്ലീഷ് സിനിമ നമുക്കും ഉണ്ട് സൂപ്പർ ഹീറോയുടെ അടുത്ത ലെവലെന്ന് തന്നെ പറയാം. അമ്മാതിരി ക്വാളിറ്റിയാണ് മേക്ക് ചെയ്തേക്കുന്ന പടം. ഇങ്ങനൊന്നും എനിക്ക് തോന്നുന്നു മലയാളം പടത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു നിമിഷം നമ്മൾ മലയാളം പടം ആണെന്ന് പോലും തോന്നിപ്പോയി ഇടയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ. ആ ലൈറ്റിങ്ങും ആക്ഷനും എല്ലാം ഒരേ ലെവൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദുൽഖറൊക്കെ പടം പ്രൊഡ്യൂസ് ചെയ്തത് ശരിക്കും താങ്ക്സ് തന്നെ പറയണം. കാരണം ഇത്ര സപ്പോർട്ട് ചെയ്തില്ല കഥയ്ക്കും ഈ ലെവൽ സ്റ്റോറി ലൈനൊക്കെ. നമ്മൾ കേൾക്കാത്തൊരു സ്റ്റോറിയെ ഇങ്ങനെ കൊണ്ടുവന്ന് ആക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഈ പറയുന്ന പഴയ കാലത്തെ ചാത്തനും മറുതയും ഇതിനെ കൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പടം. എന്നിട്ട് ഇങ്ങനൊരു സ്റ്റോറി ലൈൻ കൊണ്ടുവരുന്ന അടിപൊളിയാണ്. പിന്നെ അതൊരു പഴയ കാലഘട്ടം കുറച്ച് കാണിക്കുന്നുണ്ട്, ഒരു പഴയ രീതിയിലുള്ള. അതൊക്കെ ഇമാതിരി ലെവലിൽ നമ്മൾ എനിക്ക് തോന്നുന്നു രാജമൗലി പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട് പഴയ രീതിയിലുള്ള സ്റ്റൈലൊക്കെ. ആ ലെവലാണ് ചെയ്ത് വെച്ചേക്കുന്നത് പടങ്ങൾ ചെയ്തേക്കുന്നത്. അമ്മാതിരി ക്വാളിറ്റിയും മേക്കിങ്ങും. പിന്നെ ബാംഗ്ലൂർ സിറ്റിയിലൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത്, അവിടുത്തെ ലൈറ്റിങ്ങും ഫ്രെയിമും കാണുന്നത് ചെയ്തേക്കുന്നത് എന്നോ രസമാണെന്നറിയോ. അമ്മാതിരി എന്ന് വെച്ചാൽ അതുപോലെ ക്യാമറ വർക്ക്. പിന്നെ ആക്ഷൻ ഇംഗ്ലീഷ് പടം സ്റ്റൈല് തന്നെ ഒരു രക്ഷയില്ല. പ്രിയദർശൻ്റെ ക്യാരക്ടർ നെയിം നമുക്കറിയാവുന്നൊരു നെയിമുമാണ്, നമുക്ക് കേട്ടുപരിച്ചുള്ള സ്റ്റോറിയിലെ ഒരു ക്യാരക്ടറുമാണ്. പക്ഷെ നമ്മൾ അതിനെ കേട്ടിട്ടുള്ള ഇതുവരെ ഒരു ഹൊറർ ടച്ചിലൊക്കെയാണ്. പക്ഷെ ഇതിനകത്ത് അതിനെ കൊണ്ടുവന്ന ഒരു ഹീറോ പരിവേഷം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയില്ല സ്റ്റോറി തന്നെ. അതാണ് എഴുതി വെച്ചേക്കുന്നത്. അതൊരു വെറൈറ്റിയാണ്. അത് കൂടുതൽ പറഞ്ഞാൽ അതിൻ്റെ രസം പോവും. പക്ഷെ അതൊരു ഞെട്ടിക്കുന്ന സംഭവം തന്നെ. നമുക്ക് ഇഷ്ടപ്പെട്ട പഴയ ഒരു കഥയെ അത് ഇങ്ങനെ ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ഈ മലയാളം പടത്തിൻ്റെ ഇപ്പോഴത്തെ പോക്ക് എങ്ങനെയാണെന്നൊരു പിടിയില്ല. അമ്മാതിരി മേക്കിംഗ് പടങ്ങളുമായിട്ടാണ് വരുന്നത് ഇപ്പം. ഇത് അങ്ങനത്തെ ഒരു ബെഞ്ച് മാർക്ക് തന്നെയാണ് മലയാളത്തിനുള്ളത്. നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇതിന് ശരിക്കും പറഞ്ഞ പടത്തിനെ. കാരണം ഇനി ഇത് നല്ല എല്ലാ ഇൻഡസ്ട്രി ഇതിനെക്കുറിച്ച് ടോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം അതുപോലെ വെച്ച് ചെയ്തിട്ടുണ്ട് പടം. ഈ പറയുന്ന പോലെ ഈ ഒത്തിരി പൈസ മുടക്കിയില്ല. നമ്മളെ പണ്ട് മറ്റേ ഇൻഡസ്ട്രി കേൾക്കുന്ന പോലെ ഒത്തിരി പൈസ മുടക്കേണ്ട ആവശ്യമില്ല. ഉള്ള പൈസ കൊണ്ട് ചെയ്യുന്ന മൂവി ഇത് മലയാളം പടത്തിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് തന്നെ അടുത്ത്. കാരണം എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ മേക്കിംഗ് ആ പടം ചെയ്ത് വെച്ചേക്കുന്നതും സ്റ്റോറി ലൈനും. ഇനി സെക്കൻഡ് പാർട്ട് എന്തുവാണെന്നൊരു പിടിയുമില്ല. അടിപൊളിയായിരിക്കും സെക്കൻഡ് പാർട്ട്. ഇതിന് മേളിലായിരിക്കും മിക്കവാറും. ഈ പടം എന്തോരം 100 കോടി 100% ഉറപ്പാണ്. 100 കോടി അടിക്കാൻ വളരെ ചാൻസ് ഉള്ള പടം തന്നെയാണ്. കാരണം ഇതിനിപ്പോൾ ടിക്കറ്റ് കിട്ടാൻ എനിക്കറിയത്തില്ല കിട്ടുമെന്ന്. ഇനി നല്ല തിരക്കാന്ന് തോന്നി. ഇപ്പം തന്നെ ടിക്കറ്റ് ബുക്കിംഗ് നല്ല ഫാസ്റ്റ്. പിന്നെ കുറേ ഗസ്റ്റ് റോൾസ് ഉണ്ട് ഇതിനകത്ത്. കുറേ ആൾക്കാർ ഗസ്റ്റായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ എൻട്രി ഉണ്ട് ഇതിനകത്ത്. അത് പറയുന്നില്ല, അത് കണ്ടു നോക്കണം. അമ്മാതിരി എൻട്രീസ് എല്ലാവർക്കും. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ ഉണ്ട്. ഉറപ്പായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. അതിനുള്ള വകയുണ്ട്. വെയിറ്റ് ചെയ്യാനുള്ള ശരിക്കും നമുക്ക് വെയിറ്റ് ചെയ്യാൻ തോന്നും. ഇതിനു വേണ്ടി സെക്കൻഡ് പാർട്ട് പെട്ടെന്ന് വന്നാൽ കൊള്ളാമെന്ന്. പടം തീർന്നു പോയല്ലോ നമുക്ക് തോന്നിപ്പോവും. എന്തായാലും ഉറപ്പായിട്ടും പടം പോയി തിയേറ്ററിൽ തന്നെ കാണുക. ഒരു രക്ഷയില്ലാത്ത മൂവി തന്നെയാണ്. നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും. നമുക്ക് കൊണ്ട് സൂപ്പർ ഹീറോ, അതും അടിപൊളി സൂപ്പർ ഹീറോ. കണ്ടു നോക്കും മക്കളെ, അടാറ് സാധനം.